എന്നോട് ചോദിക്കുകയാണ് ആരെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മയുടെ ദർശനമാണെന്നുള്ളത്. മറ്റു പല അത്ഭുതങ്ങളും പറയുമെങ്കിലും ഞാൻ പറയുക ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത് അമ്മയുടെ ദർശനമാണ്. കഴിഞ്ഞ ഒരു 4.5 ദശകത്തിലേറെയായി അമ്മ ഭക്തന്മാരെ സമാശ്ലേഷിക്കുന്നു, അമ്മ ദർശനം നൽകുന്നു. ഇത്രയും നീണ്ട കാലം ഏതാണ്ട് കോടിക്കണക്കിന് ജനങ്ങളെ അമ്മ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിന് യാതൊരു മാറ്റവുമില്ല. അമ്മ അദ്യവസാനം ചില സമയങ്ങളൊക്കെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരിക്കൽ ഒരു പബ്ലിക് പ്രോഗ്രാം നടക്കുകയുണ്ടായി. അന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 24 മണിക്കൂറോളം അമ്മ സ്റ്റേജിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത്രയും നീണ്ട സമയം അമ്മ ഇരുന്നിട്ടും യാതൊരു ക്ഷീണവും അതുപോലെ എന്തെങ്കിലും ഒരു ക്ലേശമൊന്നും തന്നെ അമ്മയിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം അതാണ് ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത്. കേവലം കായികമായി മക്കളെ ആശ്ലേഷിക്കുന്നു എന്നുള്ളതൊരു ഉപരി അമ്മ അതോടൊപ്പം തന്നെ അമ്മയുടെ അടുത്തെത്തിച്ചേരുന്നവരുടെ വേദനകൾ കേൾക്കുന്നു, അതിന് സമാധാനം പറയുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതെല്ലാം അതിൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യന് ഒരു പ്രത്യേകമായ പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനോടൊരു പ്രത്യേകമായ ഒരു ഇഷ്ടം, ഒരു പ്രേമം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഉള്ള ഇഷ്ടം, അത് നീണ്ടു നിൽക്കുന്നത് സൗഹൃദം നിൽക്കുന്നത് ഇഷ്ടത്തിൻ്റെ പേരിലാണ്. അപ്പോൾ നമുക്ക് പ്രേമമുള്ള, നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി നാം ദീർഘകാലം ചെയ്തെന്ന് വരും. പക്ഷേ ഇത് 45 വർഷമായിട്ട് നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സവിശേഷമായിട്ടുള്ള ഒന്നാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ വലിയൊരു ജനസാഗരം അവിടെ ഉണ്ടെങ്കിൽ പോലും അമ്മ അതിൽ ഇത്രയും പേരെ എനിക്ക് കാണാനാവില്ല എന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനത്തെ ആളെപ്പോലും കണ്ടതിന് ശേഷം മാത്രമാണ് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ അത് അമ്മയുടെ വാക്കുകൾ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും, എൻ്റെ ഈ ഊർജത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ പോലെയാണ്. മറ്റ് സാധാരണ രീതിയിൽ ഉള്ളതൊക്കെ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് പോലെയാണ്, ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജ സ്രോതസ്സ് പോലെയാണ്. അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ട്രാൻസ്ഫോമറിൽ നിന്നുള്ളതിന് ലിമിറ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഊർജം അത് പ്രേമത്തിൽ നിന്ന്, പ്രകൃതിയോട്, ജീവജാലങ്ങളോട്, സകല ജീവരാശികളോടുമുള്ള അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രേമത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അനുസ്യൂതം എത്ര വർഷങ്ങളായാലും ശരി, അവസാനത്തെ ശ്വാസം വിടുന്നത് പോലും ആരെങ്കിലും തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടാകണം എന്നാണ് അമ്മയുടെ ആഗ്രഹം എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും സവിശേഷമായിട്ടുള്ള ഒന്നാണ് അമ്മയുടെ ദർശനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയുടെ ദർശനത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമായിട്ട് കാണുന്നത്.